കഥാകൃത്തായ നിങ്ങൾക്ക് പെട്ടെന്നൊരു നാൾ ഒരു അവസരം വരുന്നു. ഒരു അഭിനേതാവിനോടോ ഒരു സംവിധായകനോടോ കഥ പറയാനാണ് അവസരം കിട്ടിയിരിക്കുന്നത്. ആകെ 2 മിനിറ്റ് സമയമേ ഉള്ളൂ. എന്താണ് ചെയ്യാൻ കഴിയുക? ലോഗ് ലൈൻ. എന്താണ് ഈ ലോഗ് ലൈൻ എന്ന് പറയുന്നത്? പൊതുവേ ലോഗ് ലൈൻ എന്ന് പറയുന്നതിൽ കുറേ പ്രിൻസിപ്പിൾസ് അടങ്ങിയിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 25 ക്യാരക്ടേഴ്സിൽ വേണം ലോഗ് ലൈൻ കമ്പോസ് ചെയ്യാൻ. ഈ 25 ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 25 വേർഡ്സ് ആയാലും മതി. അതുപോലെ തന്നെ ഐറണി ഈസ് ദ ഹൂക്ക് എന്നാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. അതായത് വിരോധാഭാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മഞ്ഞുമൽ ബോയ്സ്. ഒരു പറ്റം സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നു. അവിടെ വെച്ച് അവർക്കൊരു ദുരന്തം സംഭവിക്കുന്നു. അവരുടെ സ്നേഹബന്ധത്തിനെയും അതുപോലെ തന്നെ അവരുടെ സൗഹൃദത്തിനെയും അത് വളരെയധികം പരീക്ഷിക്കുന്നു. അവസാനം അവർ അവിടെ നിന്ന് മോചിതരായി ഇറങ്ങുന്നു. അപ്പോൾ ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗത്തിൽ ഒരു പോസിറ്റീവ് ട്രേറ്റ് ആണുള്ളത്. ഏതാണ്? അവരെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്, അവർ നല്ലൊരു ട്രിപ്പിലേക്ക് പോവുകയാണ്. അത് വളരെ പോസിറ്റീവാണ്. എന്നാൽ വളരെ ഐറോണിക്കലായിട്ടാണ് രണ്ടാമത് പറയുന്നത്. അതായത് അവർ ദുരന്തത്തെ നേരിടുന്നു. അതിനേക്കാൾ ഉപരി അവരുടെ സൗഹൃദത്തിനെ അത് ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു സിനിമ എടുക്കാം. ലയർ എന്ന് പറയുന്നത് ജിം ക്യാരിയുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. നല്ലൊരു അച്ഛനാണ് അയാൾ, എന്നാൽ വാ തുറന്നാൽ കള്ളം മാത്രമേ പറയുകയുള്ളൂ. ഇത് ശ്രദ്ധിച്ചു നോക്കുക. ആദ്യത്തെ ലൈനിൽ തന്നെ നല്ലൊരു അച്ഛനാണ് അയാൾ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ട്രീറ്റ് ആണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിൽ നെഗറ്റീവായിട്ടുള്ള ട്രീറ്റ്, അതായത് വാ തുറന്നാൽ കള്ളം മാത്രമേ പറയുകയുള്ളൂ. കണ്ടോ, ഇത് രണ്ടും കൂടെ വന്നപ്പോൾ തന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഇനി അവർക്ക് കഥ കേൾക്കാൻ താല്പര്യമായി. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ലോഗ് ലൈൻ റെഡിയാക്കിയിട്ട് പോണേ.